ഹായ്, ഞാൻ ഷബീൻ. ഇന്ന് വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല സാധനങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ പിന്നെ നമ്മളെ പ്രോൺസ് വെച്ചിട്ട് ഒരു സിമ്പിൾ സോസ് എപ്പോഴും ഉണ്ടാക്കുന്ന സോസ് തന്നെ വൈറ്റ് സോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം അത് പ്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ടേസ്റ്റ് എന്നുള്ള ആൾക്കാം. ഞാൻ മുമ്പ് ഇതേപോലെ പ്രോൺസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രോൺസ് ഒരു സോസ് ഉണ്ടാക്കി ആ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഇത് സോസുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പൊ ആ ഒരു സ്റ്റോക്കും ഇതും തമ്മിലുള്ള മിക്സ് ആയിട്ട് വരുന്ന കൂടെ വെജിറ്റബിളും കൂടെ കൊടുത്തിട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡിന്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാം, അല്ലാത്ത സമയത്ത് ഉണ്ടാക്കാം, ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഇപ്പൊ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം, ഒരു ഫുൾ കോഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഈവനിങ് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷ്. അങ്ങനെ കുറെ രീതിയിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഡിന്നറിലാണെങ്കിൽ ലൈറ്റ് ആയിട്ട് ഹെവി ആയിട്ട് കഴിക്കാതെ ലൈറ്റ് ആയിട്ട് കഴിക്കണമെങ്കിലും ഈ ഒരു സംഭവം ചെയ്യാം. അങ്ങനെ 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 കുറെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഓക്കെ, പിന്നെ നമുക്ക് ആ ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. ഞാനിപ്പോ ഉപയോഗിക്കുന്ന ചെറിയ പ്രോൺസ് ആണ് കേട്ടോ, വലിയ പ്രോൺസ് കിട്ടിയിട്ടില്ല, ചെറിയ പ്രോൺസ് ആണ്. അപ്പൊ നമുക്കത് പിന്നെ കുക്കിംഗ് പാർട്ടിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഈ ഡിഷിന് ആദ്യം നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് കേട്ടോ. വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലിങ്കിൽ മെൻഷൻ ചെയ്യാം, അറിയാത്തവർക്ക്. നമ്മൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വിട്ടുകൊണ്ട, ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക്. ഇനി ബാക്കി പ്രോസസ്സിലേക്ക് നമുക്ക് നീങ്ങാം. പിന്നെ അടുത്ത് ഇതേപോലെ ഒരു പാൻ എടുക്കാം. പാനിലേക്ക് നമുക്ക് ബട്ടർ ഇട്ടാം. ബട്ടർ നന്നായി മെൽട്ട് ആയിക്കോട്ടെ. ബട്ടർ തന്നെ വേണേ. ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഗാർലിക് ബട്ടറുമാണ് ഇതിൽ മെയിൻ. വെച്ചാൽ ബട്ടർ ഗാർലിക് പ്രോൺസ് എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ കൂടെ ഞാൻ വെജിറ്റബിളും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഗാർലിക് ഏകദേശം ഒരു 15ഓളം ഗാർലിക് ഉണ്ട്, നന്നായി ചോപ്പ് ചെയ്തത്. കുറച്ച് നല്ല എന്താ പറയുക, കുക്കായി ബേണായിട്ട് വരണം കേട്ടോ. എന്നുവെച്ചാൽ നല്ല ബ്രൗണിഷ് ആയിട്ട് വരണം, എന്നാലും ആ ഫ്ലേവർ നമുക്ക് മുഴുവനായിട്ട് അതിൽ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് കണ്ടില്ല, എല്ലാം ഒരേ സൈസിൽ ഇതാ നമ്മുടെ 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ്. നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഒറ്റ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. അളവ് നോക്കുകയാണെങ്കിൽ ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു 5-6 ബീൻസും അതേ കട്ട് ചെയ്തിട്ട് അതേ സൈസിലുള്ള കട്ട്. അത് രണ്ടും ഏകദേശം ഒന്ന് കുക്കായി വരട്ടെ, നന്നായി സോട്ട് ചെയ്യണേ. കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് വാടി വരട്ടെ. വാടാന്ന് പറഞ്ഞാൽ വാടലല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരണം, ചെറിയൊരു ബൈറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത്തിരി പെപ്പർ കേട്ടോ. പെപ്പർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു പകുതി കുക്കായിന്ന് കണ്ടു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ പകുതി കുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സ് മാറിയണ്ടില്ല, ക്യാരറ്റിൻ്റെ കളേഴ്സ് മാറിയണ്ടില്ല. കുക്കായിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്യാൻ. ആ ചെറിയ പ്രോൺസാണ്, പക്ഷേ ഒരു 25-30 ഉണ്ടാവും. അപ്പോൾ അതിനടുക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ. പ്രോൺസ് ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ പെപ്പർ ഇട്ടില്ല. പെപ്പറിന് പകരം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാതെ പിന്നെ ഒന്ന് പെപ്പറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതൊന്ന് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ബീൻസും എടുത്ത് മാറ്റുന്നുണ്ട്. എന്താ പറഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ഫൈനലി പ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കളേഴ്സിൽ കിട്ടണം. അതുകൊണ്ട് അതിൻ്റെ ടോപ്പിലിടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഇതിനകത്ത് തന്നെ വെക്കുകയാണ്. അപ്പോൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ, എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ നല്ല കളേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതേശം കുക്കായതാണ്, അപ്പോൾ ഇത് ഒന്ന് എടുത്ത് മാറ്റാം. ഏതോ വേണ്ട കളേഴ്സ് ഇതിങ്ങനെയുള്ള എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ പ്രോൺസ് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ ഇനി ഇതിൽ പ്രോൺസിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത്തിരി പെപ്പറിന് പകരം നിങ്ങൾ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുക. അത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമുക്കിനി ഇപ്പോൾ ഉണ്ടാക്കിയ വൈറ്റ് സോസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ വൈറ്റ് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നമ്മുടെ എത്രത്തോളം കൺസിസ്റ്റൻസിയും ക്രീമും വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് യാതൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് എത്രത്തോളം ക്രീം വേണം അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇനി പിന്നെ ഒന്ന് സോട്ട് ചെയ്യുക. ഇപ്പോൾ ഒന്ന് ടൈറ്റ് ആവുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് ക്രീം, നമ്മുടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമും ഇങ്ങനെയുള്ള ക്രീമുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്രീം ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ക്രീമിന് പകരം നിങ്ങൾ പാൽ ഒഴിച്ചാലും മതി കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ പ്രോൺസ് ശേഷം അതിൻ്റെ സ്റ്റോക്കൊക്കെ വന്നിട്ട് ഇതിനകത്തു നിന്നുള്ള ആ ഫ്ലേവർ അതിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു സുഖം ഉണ്ടാവും. പിന്നെ ഈ വെജിറ്റബിൾ ഇടാൻ കാരണം, വെജിറ്റബിൾ ചെയ്യുന്നവർ ഇൻ കേസ് അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിലുള്ള ഓപ്ഷന് വേണ്ടിയിട്ടാണ്. പ്രോൺസിന് പകരം നിങ്ങൾ ബ്രൊക്കോളിയോ പൊട്ടാറ്റോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേ ഡിഷ് നിങ്ങൾക്ക് വെജിറ്റേറിയൻ്റെ ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഗാർലിക് ബ്രെഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്, ബ്രെഡ് ജസ്റ്റ് ഒന്നുമില്ല, ഗാർലിക്കും ബട്ടറും തേച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുക. കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം.
വെച്ചാൽ ക്രീമിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ വൈറ്റ് സോസ് ആക്കുന്നതിൽ. പിന്നെ അതുപോലെ തന്നെ ഇനി ഒറിഗാനോ, നമ്മൾ ഇതിൻ്റെ ഫ്ലേവറാണ്. ആ ഫ്ലേവർ എന്തായാലും ഒറിഗാനോ അല്ലെങ്കിൽ തൈമ്, ദില്ല്, ഈ 3 ഹെർബ്സ് ഉണ്ട്. തൈമുണ്ട്, ദില്ലുണ്ട്, അല്ലെങ്കിൽ ഒറിഗാനോ. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഡിഷ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തൈമ്, ദില്ലെന്നൊക്കെ പറയുന്നത് ഇതേപോലെ ഒറിഗാനോ പോലത്തെ ഹെർബ്സ് ആണ്. പിന്നെ പാമസാൻ ചീസ് ഉള്ളൊരു പാമസാൻ ചീസ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് സംഭവം സെർവ് ചെയ്യാം കേട്ടോ. സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ പറയാൻ വിട്ടു കേട്ടോ, ഫൈനലി ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ബട്ടർ ഇട്ടിട്ട് അതിൽ ഒന്ന് ഗ്ലോസി വരുത്തണം കേട്ടോ. കുറച്ച് ബട്ടർ ഒന്ന് ഇട്ടിട്ട്, അതാണ് ബട്ടർ ഗാർലിക് പ്രോൺസ് വരുന്നതിൻ്റെ റീസൺ. ബട്ടർ ഇട്ടിട്ട് ഒന്ന് ലാസ്റ്റ് കണ്ടില്ലേ, ഇത് ചെയ്യണേ, മറക്കരുതേ. ബട്ടർ നിർബന്ധമാണ്. ബട്ടർ ഗാർലിക് പ്രോൺസ് വെച്ചാൽ ബട്ടറും ഗാർലിക്കും പ്രോൺസും കൂടിയുള്ള കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാൻ മുമ്പ് പ്രോൺസൊക്കെ ഇതുപോലെ വേറെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം കഴിക്കുന്നതിൽ. ഇപ്പൊ നമുക്ക് നമ്മളെ ഡിഷ് കഴിക്കാം. എന്നുവെച്ചാല് പിന്നെ ഇതിന്റെ കൂടെ ഞാൻ എന്താ പറയുക, ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്രെഡ് ടോസ്റ്റ് ആണ് ഏറ്റവും നല്ല കോമ്പിനേഷന്. ഒന്നുമില്ല, പ്ലെയിൻ ആയി ടോസ്റ്റ് ചെയ്താൽ മതി. അതല്ല ഗാർലിക് ബ്രെഡ് എടുത്താൽ മതി. ഇത് ഇതിന്റെ കൂടെ എടുത്ത് കഴിക്കേണ്ട വെജിറ്റബിളും പ്രോൺസും എല്ലാം കൂടി എടുത്തിട്ട്, ഞാൻ മുമ്പ് ഒരിക്കൽ പിന്നെ എന്താ പറയുക ക്രാബ് ഇതേപോലെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. അതങ്ങനെ എടുക്കാം. ആഹാ, പ്രോൺസിന്റെ കുക്കിംഗ് ഒക്കെ കറക്റ്റ്. ബ്രെഡിനൂടെ അസാധ്യ കോമ്പിനേഷൻ കേട്ടോ. എന്നുവെച്ചാൽ ഇതിലാ പ്രോൺസിന്റെ അകത്തുനിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ നിന്നുള്ള ഫ്ലേവർ നമ്മുടെ ആ സോസിലേക്ക് എന്താ പറയുക അങ്ങ് മേജായി. നല്ല രീതിയിൽ അത് ബ്ലെൻഡായിട്ട് അതിൻ്റെ അടിപൊളിയായി. ഇതിങ്ങനെ എടുക്കാം. വെജിറ്റബിളും അതിൻ്റെ കൂടെ നല്ല ഉണ്ട് കേട്ടോ. വെജിറ്റബിളും ഇതേപോലെ ചെയ്യാം. നിങ്ങൾക്ക് വെജിറ്റബിളിൻ്റെ ആൾ മാത്രം കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെയും ഇപ്പോൾ ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ പ്രോൺസ്. നല്ല കോമ്പിനേഷൻ. ഒന്നുമില്ല, നിങ്ങൾ ആകെ വൈറ്റ് സോസ് ഉണ്ടാക്കാം, ഈ ഒരു കോമ്പിനേഷനിൽ ചെയ്യാം. നല്ലൊരു മീലായി. ഇതിൻ്റെ കൂടെ മാഷ് പൊട്ടറ്റോ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ വെക്കും ചെയ്യാം. വേറെന്തിൻ്റെ കൂടെ മാച്ചിങ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ബ്രെഡാണ്. അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള മൈദ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റം വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു സാധനമാണല്ലോ. ഇതേ സാധനം തന്നെ നമുക്ക് ക്രാബിൻ്റെ മീറ്റ് ഇട്ടിട്ട് ഇതേപോലെ ചെയ്യാം. സീ ഫുഡിൽ ഇതേ പാറ്റേൺ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ചിക്കനിൽ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ മാരിനേഷനും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഓക്കെ, ഇതെല്ലാവരും ട്രൈ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, കമൻറ്റ് ചെയ്യ്. അപ്പോൾ ഇനിയും കാണാം. ഇനിയും ഇങ്ങനത്തെ വ്യത്യസ്ത റെസിപ്പികളായിട്ടൊക്കെ വരാം. അപ്പോൾ ഇന്നേക്ക് ഇവിടുന്ന് ഞാൻ ടാറ്റ ബബായ് പറയാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതൊന്ന് അറിയിക്കും. അപ്പോൾ ബബായ്.